ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണോ? എല്ലാ ദിവസവും വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എനിക്കൊരു കുഞ്ഞു മോനാണുള്ളത്, 3 വയസ്സായത്. അതുകൊണ്ട് ചില സമയത്ത് അവനൊപ്പം എൻ്റെ ഒപ്പം ഇപ്പോൾ ആൾ എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അവൻ വീഡിയോ എടുക്കാൻ ചിലപ്പോൾ സമ്മതിക്കില്ല. പിന്നെ ഒരു സമൂഹത്തിന് ഒരു അറിവ് പകരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അനുഭവ കഥകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. എന്ത് പറയാൻ വേണ്ട, ഇപ്പം ചില ആളുകൾ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആയാലും പൈസ കൊടുത്ത് ഓരോ പെണ്ണുങ്ങളുടെ അടുത്ത് കൊണ്ട് ബുദ്ധിമാന്മാരായ കുറേ ആണുങ്ങളുണ്ട് കേട്ടോ. എനിക്കറിയാവുന്നത് തിരുവനന്തപുരത്തുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം തിരുവനന്തപുരമാണ് കേട്ടോ. പക്ഷേ ആളെ അങ്ങനെ പറയണമെന്നൊന്നുമില്ല. പക്ഷേ അയാൾ ചെയ്യുന്ന കാര്യം എന്ന് പറയും, നല്ല വിദ്യാഭ്യാസവും നല്ല ഫാമിലിയിലുള്ള ആളാണ്, നല്ല കഴിവും എല്ലാം ഉണ്ട്, പണം, പിന്നെ ഹൈഫൈ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് പെണ്ണിനെ എന്ത് കള്ളം പറഞ്ഞാലും പെണ്ണിനെ കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണ് തന്നെയാണ് ഒരു പെണ്ണിന് പാര വയ്ക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ ഒരാൾ ഒരു മാട്രിമോണിയിൽ സപ്പോസ് മാട്രിമോണി കൊടുക്കുകയാണ്. മാട്രിമോണി കൊടുത്തു കഴിയുമ്പം പിന്നെ നന്നായിട്ട് ഈ കഥ എഴുതാനും സംസാരിക്കാനും കഴിയുന്ന ചാക്കിട്ട് വീഴ്ത്താൻ പ്രത്യേക ഒരു ടാലൻ്റുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരിങ്ങനെ മാട്രിമോണി കൊടുക്കും. ആസ് യൂഷ്വൽ സെക്കൻഡ് മാരേജിൽ നിന്ന് കൊടുക്കും. സെക്കൻഡ് മാരേജിൽ നിന്ന് കൊടുത്തു കഴിയുമ്പോൾ ഡൈവോഴ്സ് കഴിഞ്ഞ സ്ത്രീകളും കഴിയാത്തവരും ഒക്കെ ഡൈവോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അതിൽ കുറേ പേര് ഇന്ന് ഫോൺ വിളിച്ച് സംസാരിച്ച് സെലക്ട് ചെയ്യും. ഇവർക്കൊരു ഹോബിയും ടൈം പാസും കൂടിയാണ്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒരാളെ ചൂസ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ അവരോട് സംസാരിക്കും. അപ്പോൾ അപ്പോൾ ആദ്യം തുടക്കത്തിൽ എൻ്റെ ഡൈവോഴ്സ് കഴിഞ്ഞു, അല്ലെങ്കിൽ ഡൈവോഴ്സിന് 6 മാസം കഴിയുമ്പോൾ ഡൈവോഴ്സ് കിട്ടുന്നുള്ള ഒരു ഇതിലായിരിക്കും കൊടുക്കണം. കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ ഓക്കെ, പിന്നെ അടുത്ത് ഇയാൾ ഇനി എന്നെ വിട്ട് പോവില്ല എന്നുള്ളൊരു അത് വരുമ്പോൾ എന്ത് ചെയ്യുന്നു പറയുമ്പോൾ അടുത്ത കളിയിടും. ഞാൻ 2 മാരേജിൻ്റെ കാര്യമൊക്കെ ആയിരിക്കും പറയുള്ളൂ. 2 മാരേജ് കഴിഞ്ഞു, അതിനകത്ത് കുഞ്ഞുണ്ട്, ബാക്കിയുള്ളൊന്നും പറയത്തില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞൊപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത പണി പിന്നെ ആ പെണ്ണുങ്ങൾക്ക് നിർബന്ധമായിരിക്കും ഒന്ന് കല്യാണം കഴിക്കണമെന്ന്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് അവർക്കൊരു ഉറപ്പ് വേണമല്ലോ ഇയാൾ താമസിക്കുക. അപ്പോൾ ഇയാൾ പറയും, എനിക്ക് 2 കല്യാണം കഴിച്ച കാരണം എനിക്ക് ഡൈവോഴ്സ് കിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ 2 കല്യാണം, നമ്മൾ ജീവിതകാലം മൊത്തം ഞാൻ നിന്നെ നോക്കാം, നീ എൻ്റെ കൂടെ താമസിക്കുക. അപ്പം തുടക്കത്തിൽ എല്ലാ പെണ്ണുങ്ങളെയും വിളിക്കണ ഒരേ പേരുകളായിരിക്കും. അത് ആ പുതിയവന്നെ അറിയത്തില്ലല്ലോ. പിന്നീട് പഴയുള്ള ആൾക്കാർക്ക് അതൊക്കെ അറിയുമ്പോൾ മനസ്സിലാവും, ഇത് മറ്റേ എന്നെ വിളിച്ച പേര് തന്നെയാലോ ആ വിളിച്ചുകൊണ്ടിരിക്കണേന്ന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കാം, നിൻ്റെ മക്കളുള്ള പെണ്ണായിരിക്കുമല്ലോ, അപ്പോൾ നിൻ്റെ മക്കളെ സപ്പോർട്ട് മതിയല്ലോ, വേറെ പിന്നെ അവരും വീട്ടുകാരോട് ഇതുപോലെ എന്തായാലും സെക്കൻഡ് മാരേജൊക്കെയാണ്, ഇത്രയും നല്ല സ്വഭാവമുള്ള ആൾ, ഇത്രയും സ്നേഹത്തോടെ എന്നെ പെരുമാറുന്നത്, നല്ല ജോലിയും നല്ല പണമുള്ള ആൾ, അപ്പോൾ പിന്നെ അയാൾക്കടെ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടാവില്ല, വീട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല എന്നിപ്പോൾ പറയില്ലായിരിക്കും. എന്നിട്ട് അങ്ങനെ വീട്ടിൽ നിന്ന് ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഡൈവോഴ്സ് ചെയ്യാത്തതിന് അതൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നുണയുടെ ഒരു പുകം മൂടി പറഞ്ഞു വയ്ക്കും. പറഞ്ഞു വെച്ചതിന് ശേഷം പിന്നെ അടുത്ത പരിപാടി ഇവർ ജോയിൻ ചെയ്യാൻ നോക്കുക. അപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ നേരിട്ട് പോയി ഭാര്യ ഭർത്താവും കൂടെ താമസിക്കലായിരിക്കും. അപ്പോൾ എന്ത് ധൈര്യമാണെന്ന് വിചാരിക്കും അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ ആ പെണ്ണുങ്ങളും നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരെ പോലെ ഇങ്ങനെ ചതിയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർ പോയി നേരിട്ട് ചെന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവർ നല്ല നല്ല മാനേജർമാർ പോസ്റ്റുള്ള ഗവൺമെൻറ് ജീവനക്കാരെയൊക്കെ വീഴ്ത്താൻ പറ്റണ. അപ്പോൾ ഈ കൈഫൈ പ്രൊഫൈൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ആരെയും വീഴ്ത്താം. നമ്മുടെ കയ്യിൽ നല്ലൊരു പ്രൊഫൈല്, നല്ല ജോലിയും നല്ല വലിയ എഞ്ചിനീയർ, പ്രൊഫസർ, അങ്ങനെ നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങൾ വീണ്ടും വീഴും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ ശരിക്കും പറയുമ്പോൾ 1-2 കെട്ടെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമായിരിക്കും. പിന്നെയും 2 ഭാര്യയിലും മക്കളൊക്കെ അത്യാവശ്യം പറയണ്ട, ബാക്കി 6ാമത്തെ എന്നൊന്നും പറയത്തില്ല. എന്നാലും ഒന്ന് വിചാരിക്കാം, ഒന്ന് അഡ്രസ്സ് തന്ന് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്നാൽ വീട്ടുകാർക്കെങ്കിലും ഒന്ന് പറയാം. അപ്പോൾ ആ ഭാര്യയ്ക്ക് വഴിയാധാരാവില്ല, ഭാര്യയും കൊച്ചുങ്ങളും പോരും. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവരോട് ഒരുമിച്ച് താമസിക്കാം. പിന്നെ ഇവരെല്ലാം വഴക്ക്, സെപ്പറേറ്റ് പല കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ 1 വർഷം നിന്നാലായി, അല്ലെങ്കിൽ അതിനു മുമ്പ് തല്ലി പിരിഞ്ഞ് പോവും. അപ്പോൾ ആ 1 വർഷം കൊണ്ട് അയാൾക്ക് ഫ്രീ ആയിട്ട് ആളുടെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാം, അയാൾ എല്ലാം ചെയ്തു കൊടുക്കും, ഫ്രീ ആയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാം, പൈസ കൊടുക്കാതെ പോവാം. പിന്നെ അവിടെ ഇവിടെയും പോണ സ്ത്രീയല്ല, മറ്റത് പൈസ കൊടുത്ത് പോകുന്ന സ്ത്രീകളാകുമ്പോൾ പല ആൾക്കാരുടെ പോണതാണ്, പല കാര്യങ്ങൾ. അപ്പോൾ ഇത് ഒറ്റയ്ക്കാകുമ്പോൾ അങ്ങനെയില്ലല്ലോ. ഇതിപ്പം എന്തെന്നാ
ഇപ്പം ഒരാളുടെ കൂടെ തന്നെ സ്വന്തം ഭർത്താവ് എന്നുള്ള രീതിയിലാണ് അവർ സ്നേഹിക്കണേ. മറ്റേതാകുമ്പോൾ ആത്മാർത്ഥം ഉണ്ടാവില്ലായിരിക്കും. ഇത് കഴിയുമ്പോൾ തന്നെ പൈസ കൊടുത്ത് പോണ ആൾക്കാർ നമ്മൾ കണ്ടിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോവുള്ള സമയം കഴിയും. ഇതിപ്പോൾ മറ്റേ ഓരോ ദിവസം മുഴുവൻ വിളിക്കണതിനൊക്കെ ഭയങ്കര പൈസ ആയിരിക്കും. ഇതിപ്പോൾ ഒരു വർഷത്തേക്ക് ലീസിനെടുത്ത് അയാളെ കണ്ട് എല്ലാം ചെയ്യിപ്പിക്കാം, ഫുഡ് കഴിക്കാം, പൈസ കിട്ടും, പിന്നെ ഒരുമിച്ച് നടക്കാം, പിന്നെ കുറച്ച് വിദ്യാഭ്യാസവും പണമുള്ള ഇത്തിരി കാണാനെന്നുള്ള പെണ്ണുങ്ങളെ നോക്കിയായിരിക്കും ഇതും ചെയ്യുന്നത്. അപ്പം മറ്റേതാകുമ്പോൾ നല്ലത് കിട്ടത്തില്ലല്ലോ. അപ്പം അങ്ങനെ നോക്കി പുള്ളിയുടെ കാര്യം നടക്കുകയും ചെയ്യും. അപ്പോൾ ആ വ്യക്തി ഇപ്പം ആ പെൺകുട്ടി വിചാരിക്കണം, എന്താ ദൈവമേ ഇത് എനിക്ക് കിട്ടിയ എൻ്റെ പുണ്യമാണെന്നൊക്കെ പ്രാർത്ഥിച്ച് ആത്മാർത്ഥയോടെ ആയിരിക്കും ജീവിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ എന്തെങ്കിലും ഒരു വഴക്ക് വരുമ്പോൾ പുള്ളിക്ക് പിന്നെ ഒരു കുഴപ്പമില്ല. സ്വന്തം ഭാര്യേൻ്റെ മക്കളെ വരെ തഴഞ്ഞിട്ട് ആ നിമിഷം വരെ അടുത്ത ആളെ നോക്കി പോണ വാക്ക് ഒരു ലിവിങ് ടുഗദർ ആളെ പോയ ആൾ വിചാരിക്കും അത്ര ആത്മാർത്ഥ ചങ്കിൽ സ്നേഹിച്ചാണ് നടക്കണത്. അപ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും, ഒരു സുപ്രഭാതത്തിൽ ഇതായി കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല, അപ്പം തന്നെ അടുത്ത മാട്രിമോണി കൊടുക്കും, വേറെ ആളെ കിട്ടും. അപ്പോൾ ആ പെണ്ണിൻ്റെ ഹൃദയവേദന നമ്മൾക്ക് ആ മുറിവ് ഉണങ്ങാൻ വേണ്ടി എന്തോ ഒരു പാടുപെടും. ചില ആൾക്കാരൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രണയ നൈരാശ്യം മൂലം രണ്ടുപേരും ആത്മഹത്യ ചെയ്താലും ഒരാളെ കൊന്നു, അവളെ കെട്ടില്ല. പക്ഷെ അവർ കെട്ടിയിട്ടില്ല, പ്രേമിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ കൂടെ ഒരുമിച്ച് ഇപ്പം ഭാര്യയായ വ്യക്തിയിൽ കുറച്ചാൾ താമസിച്ചിട്ട്, കുറച്ചാൾ 10-11 വർഷം താമസിച്ച് കുഞ്ഞുള്ള ആരോ ഒരു നിമിഷം കണ്ട് പോയി വേറെ ഒരുത്തിയുടെ പോകണം. അതുമാത്രമല്ല ഈ വേറെ ഇപ്പോൾ ലിവിങ് ടുഗദറെ ഒരാളോട് താമസിച്ചിട്ട് അവരെ പറ്റാതെ വരുമ്പോൾ ആ നിമിഷം തന്നെ അടുത്ത ആളിലേക്ക് ആ മനസ്സാവാൻ പറ്റും. അതാണ് ആ ഇത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും സൂക്ഷിക്കണം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഇങ്ങനെ സെക്കൻഡ് മാരേജൊക്കെ ഇപ്പോൾ നടക്കണമല്ലോ, വരികയാണെങ്കിൽ ഒന്നും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അനുഭവ കഥകളാണ് പറയുന്നത്. എന്തെങ്കിലും ഒരു കള്ളത്തരായിരിക്കും ബിഹൈൻഡിൽ. അത് അന്വേഷിക്കുകയാണെങ്കിൽ വെച്ചിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ ജീവിതകാലം മൊത്തം രണ്ടാം മാരേജിന് പോകുമ്പോഴും കണ്ണീര് ഓടിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമസ്കാരം. എൻ്റെ വീഡിയോ കാണുന്നതിന് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം എല്ലാവരിലും എത്തുകയാണെങ്കിൽ കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. എല്ലാവരിലേക്ക് ഇതൊക്കെ എത്തുകയാണെങ്കിൽ നല്ലതല്ലേ, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അനുഭവമാണ്. അപ്പം പലർക്കും ഈ എന്തോന്നാ ഇങ്ങനത്തെ ഒരു ചതിക്കുഴിയിൽ വീഴാതിരിക്കാം. നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.